Yes, welcome back to Arcanex. സോ മക്കളെ +2 എക്സാമിന്റെ ടെൻഷനിൽ ഇരിക്കുകയാണ് നിങ്ങൾ. അതിനിടയ്ക്കാണ് ഇംപ്രൂവ്മെന്റ് എക്സാം വന്നിരിക്കുന്നത്. സോ കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം എങ്ങനെയായിരിക്കും? ഇനി വളരെ കുറച്ച്, അതായത് ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യാണ് ഇംപ്രൂവ്മെന്റ് എക്സാം ടഫ് ആവോ ഇല്ലയോ എന്നുള്ളത്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ +1കാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. കാരണം അവർ എഴുതാൻ പോകുന്ന +1 എക്സാം, പബ്ലിക് എക്സാം തന്നെയാണ് മക്കൾ എഴുതാൻ പോകുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സോ +1ന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മാരത്തോണും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണുക. നമ്മളൊന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി ഈസി തന്നെയാണ്, ഭയങ്കര ടഫ് എന്നല്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഭൂരിഭാഗം ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള. എനിക്ക് +2കാരെ സംബന്ധിച്ച് നിങ്ങളുടെ എക്സാമിനിടയിൽ ഈ ഒരു എക്സാം നടക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ടഫ് ആവാനുള്ള ഒരു സാധ്യത പറയുന്നത്. കാരണം ഇത്രയും പോർഷൻസ് കവർ ചെയ്യാനോ റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഒരു ലിമിറ്റേഷൻ. ഇവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ +1 എഴുതുന്ന അതേ എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ടഫ് ആയിട്ടുള്ള എക്സാം ക്രിയേറ്റ് ചെയ്യുന്നില്ല. കമ്പാരിറ്റീവ്ലി +1 എക്സാം കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും എന്നേ കരുതുന്നത്. +2ലെ 2 എക്സാമും അത്യാവശ്യം കുഴപ്പമില്ല, ആവറേജ് ലെവലിൽ നിന്ന് എക്സാം ആണ്. +1കാരെ സംബന്ധിച്ച് എനിക്കൊരു ആദ്യത്തെ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സബ്ജക്ട് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റിയ എക്സാം ഈസി ആണോ എന്നൊക്കെ ഉള്ളത്. മക്കളെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് എന്താണ് ആർട്ടി, അത് ഫെജൻസ് റൂൾ ആയിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ ബോണ്ടിങ്ങിൽ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കേ, യെസ്. അതേപോലെ തന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന എടുത്ത് പഠിച്ചാൽ 5 വർഷം സ്ഥിരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നാണ് ഈ ഐസോ ഇലക്ട്രോണിക്. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ന്യൂമറിക്കൽസ് ആയിരുന്നു നേരത്തെ ചോദിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്നുള്ള ചോദ്യമാണ് 1 മാർക്കിന് വന്നത്. NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചിട്ടുണ്ട്. യെസ്. അതേപോലെ നമ്മൾ 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും PYQs തന്നെയാണ് കുഞ്ഞുങ്ങളെ. ഓൾമോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 100% PYQ തന്നെ പറയേണ്ടി വരും. സ്കാൻഡിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നത്. റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇത് എളുപ്പമാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സ്കാൻഡിയത്തിന്റെ N വാല്യൂ L വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ക്വാണ്ടം നമ്പറിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ചെറിയ ചോദ്യമാണത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ലിമിറ്റേഷൻസ് ഒക്കെ വളരെ ഈസിയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ എക്സ്പ്രഷൻ എഴുതാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. അതേപോലെ റിഡോക്സിൽ നിന്ന് ചോദിച്ചത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഇല്ലേ, ആ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസിൽ നിന്നാണ് ചോദ്യം വന്നത്. അവിടെ നിങ്ങൾ കോമ്പിനേഷൻ റിയാക്ഷനും ഡിസ്പ്രപ്പോർഷനേഷൻ, എനിക്കൊന്നും മിക്ക കുട്ടികളും ഡിസ്പ്രപ്പോർഷനേഷൻ ആയിരിക്കും പഠിച്ചിട്ട് പോയിട്ടുണ്ടാകുക. പക്ഷെ ആ എല്ലാ റിയാക്ഷൻസും കോമ്പിനേഷനും ഡീകമ്പോസിഷനും ഡിസ്പ്ലേസ്മെന്റും ഡിസ്പ്രപ്പോർഷനേഷനും പഠിച്ചിട്ട് പോവുക. കാരണം അതിൽ നിന്നാണ് ചോദ്യം വന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഓർഗാനിക് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു റിച്ച് ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റിച്ച് ടഫ് ആയിരുന്നു. ബോൺ ലൈൻ സ്ട്രക്ചർ തന്നിട്ട് UPSC നെയിം തന്നിട്ട് ബോൺ ലൈൻ നൊട്ടേഷൻ എഴുതാൻ. അപ്പൊ അടുത്ത എക്സാമിന് പോകുന്ന സമയത്ത് ബോൺ ലൈൻ നൊട്ടേഷൻ ഒന്ന് പഠിച്ചിട്ട് പോകാം. എനിക്കത് 2 മാർക്സിൽ ഒരു 1-2 ചോദ്യങ്ങളാണ് ടഫ്. അത് എന്താണ് നമുക്ക് A+ വാങ്ങാനുള്ള ചോദ്യം അല്ലെങ്കിൽ തന്നെ കിട്ടും. അതേപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് യെസ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കമ്പയർ ചെയ്യാൻ നമ്മൾ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മിക്കവാറും. അതേപോലെ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഡയഗണൽ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻട്രോപ്പിയുടെ എൻതാൽപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം പറയുന്നതാണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് ഒരു ന്യൂമറിക്കൽ ഉണ്ടാവും. pH എന്താണ്, കോമൺ അയോൺ ഇഫക്റ്റ് എന്താണ്, ഡെഫിനിഷൻ കോമൺ അയോൺ ഇഫക്റ്റും ബഫർ സൊല്യൂഷൻ ഒക്കെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ ചോദിച്ചാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് 4th SS ലോ ഒക്കെ സ്ഥിരം വരുന്നതാണ്. ബോൺ ഹേബർ സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. സംഭവം ടഫാണ്, പക്ഷെ NaCl ബോൺ ഹേബർ സൈക്കിൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോ മക്കള് മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ടൈമിൽ ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ടൈമിൽ റിപ്പീറ്റഡ് ടോപ്പിക്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ, അത് നമുക്ക് ഇവരുടെ വെയിറ്റേജും കൂടി പറയാം.
കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം 7 മാർക്കിനാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചാപ്റ്റർ എന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് 11 മാർക്കിനാണ് ചോദിച്ചത് അല്ലേ? അതെ. ഈ ഒരു 2 ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് A+നുള്ള മാർക്ക് കിട്ടും. അപ്പൊ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും കുഴപ്പമില്ല. ഒരു 76-78 മാർക്സിനുള്ള ചോദ്യങ്ങൾ വരും. അതിൽ നിന്ന് 60 എടുത്താൽ തന്നെ ഫുൾ മാർക്കായി. സോ ഈ ഒരു ടൈമിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ നിൽക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ്, അതിൽ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും കുഴപ്പമില്ല. പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കും. PYQs റിഡോക്സ് റിയാക്ഷൻ പോലുള്ള 5 മാർക്കിന്റെ ചാപ്റ്റർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. റിഡോക്സും ബേസിക്കും കൂട്ടിയാൽ പോലും 11 മാർക്കിന്റെ ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ ഓർഗാനിക്കിന്റെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 20 മാർക്കോളം വെയിറ്റേജ് ആണ്. 9 മാർക്ക് തെർമോയും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്. ബോണ്ടിങ് വലിയ ചാപ്റ്റർ ആണ്. ഞാൻ പറയുന്നത് ഒറ്റ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ ബോണ്ടിങ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. 11-12 മാർക്ക് അതിൽ നിന്ന് വരുമെങ്കിൽ പോലും നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് PYQs പ്ലസ് ടുക്കാർ നന്നായിട്ട് നോക്കുക ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. പ്ലസ് ടുക്കാർക്കും PYQ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ PYQ ഇമ്പോർട്ടന്റ്. PYQ നന്നായിട്ട് നോക്കുക. പക്ഷേ NCERT മറക്കരുത്. NCERT കൂടി ഓടിച്ചിട്ട് പോയേ പറ്റും. എപ്പോഴാണ് എക്സാം ടഫ് ആകാന്ന് പറയാനൊന്നും പറ്റില്ല. ആദ്യത്തെ എക്സാം ആണ്, അതിനുശേഷമേ ബാക്കി എക്സാമുകൾ. നല്ല പോസിറ്റീവ് ആയിട്ട് എക്സാം എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.